തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ലഹരി അടങ്ങിയ മരുന്ന് നൽകാത്തതിന് മെഡിക്കൽ ഷോപ്പ് അടിച്ചു തകർത്തു. ഡോക്ടർമാരുടെ കുറിപ്പില്ലാതെ മരുന്ന് നൽകില്ലെന്ന് ജീവനക്കാർ മറുപടി നൽകി. ഇതിൽ പ്രകോപിതരായാണ് മെഡിക്കൽ സ്റ്റോർ തകർത്തത്. മുതൽ ഒരു 1:30 വരെയുള്ള സംഭവം കിട്ടിയാണ്. ഗോപാൽ ശിലാസനൽ വിശദാംശങ്ങൾ നൽകും. ഗോപാൽ, ഈ അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എപ്പോഴായിരുന്നു സംഭവം? ഇന്നലെ രാത്രി ആയിരുന്നു ഈ സംഭവം നടന്നത്. 2 യുവാക്കൾ നെയ്യാറ്റിൻകരയിലുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ, അതായത് അപ്പോളോ മെഡിക്കൽ സ്റ്റോർ എന്ന ഒരു മെഡിക്കൽ ഷോപ്പിൽ എത്തുകയും ഒരു ഗുളിക ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ഗുളിക ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ നൽകാൻ കഴിയുകയില്ല എന്നാണ് ഈ മെഡിക്കൽ ഷോപ്പ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് യുവാക്കളോട് മറുപടി പറഞ്ഞത്. കാരണം ഇത് ഉറക്ക ഗുളികയായി ഉപയോഗിക്കുന്ന ഗുളികയാണ്. ഇതിന്റേതായ സൈഡ് എഫക്റ്റുകളുണ്ട്, ലഹരിയുടെ സാന്നിധ്യമുണ്ട്. അതിനാൽ തന്നെ ഡോക്ടറിന്റെ കുറിപ്പടി ഇല്ലാതെ ഈ ഗുളിക നൽകാൻ സാധിക്കുകയില്ല എന്ന് ഇവർ പറഞ്ഞു. തുടർന്ന് ഈ യുവാക്കൾ പോയി മറ്റൊരു ചെറുപ്പക്കാരനെ കൂടി വിളിച്ചുകൊണ്ട് വന്ന് ഈ മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനം ആദ്യം അടിച്ചു തകർക്കുകയും പിന്നീട് കമ്പിവടി പോലെ ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് ഈ മെഡിക്കൽ ഷോപ്പ് അടിച്ചു തകർക്കുകയുമായിരുന്നു. 3 യുവാക്കളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. ഈ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി ഇത് കാണാൻ സാധിക്കും. യുവാക്കൾ വളരെ അക്രമാസക്തരായിട്ടാണ് ഇതിൽ പെരുമാറുന്നത്. കാരണം ഈ നിലത്ത് വീണ ബൈക്ക് തന്നെ 2-3 തവണ ഇവർ മറിച്ചിടുന്നുണ്ട്. പലതവണ ഈ ദേഷ്യം അടങ്ങാതെ ഇവർ ഈ ബൈക്ക് തല്ലി തകർക്കുകയും പിന്നീട് വീണ്ടും മെഡിക്കൽ ഷോപ്പിലേക്ക് വന്ന് ഈ മെഡിക്കൽ ഷോപ്പിന്റെ മുൻവശത്തുണ്ടായിരുന്ന വസ്തുക്കൾ എല്ലാം അടിച്ചു തകർക്കുകയും ചെയ്തു. ഇത് കൃത്യമായ ഇടവേളകളിലാണ് ഈ ആക്രമണം നടത്തുന്നത്. അതായത് ഒരു തവണ വരുന്നു, ഇത് അടിച്ചു തകർക്കുന്നു, വീണ്ടും ഇവർ റോഡിലേക്ക് പോയി എന്തൊക്കെ വിളിച്ചു പറയുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, അടിച്ചു തകർക്കുന്നു, തറയിൽ കിടക്കുന്ന കല്ല് പിറക്കി ഇത്തരത്തിൽ ഈ മെഡിക്കൽ സ്റ്റോറിന് ഉള്ളിലേക്ക് എറിയുന്നു. അത്തരത്തിൽ ഏകദേശം ഒരു 5 മിനിറ്റോളം നീണ്ട ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ഇവർ. ആ കല്ലൊക്കെ എടുത്ത് ഈ ബൈക്ക് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മെഡിക്കൽ സ്റ്റോറിന്റെ മുൻവശം പൂർണ്ണമായും തകർക്കുന്നുണ്ട്. ഈ മെഡിക്കൽ ഷോപ്പ് അധികൃതർ പറയുന്നത് ഇവർ ആവശ്യപ്പെട്ട ഗുളികയിൽ ലഹരിയുടെ സാന്നിധ്യമുണ്ട്. ആ ലഹരിയുടെ സാന്നിധ്യം ഉള്ളതിനാൽ തന്നെ ലഹരി ഉപയോഗത്തിന് വേണ്ടിയിട്ടാകാം ഇവർ ഇത്തരത്തിൽ ഈ മരുന്ന് ആവശ്യപ്പെട്ട് വന്നത് എന്നതാണ്. ഏതായാലും അതിഭീകരമായ ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാകും. ശരി ഗോപാൽ.